കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ വിഴുങ്ങിയ വൻ തീപിടുത്തത്തിൽ ടെലിവിഷൻ ചാനലിൽ വന്ന് പൊട്ടിക്കരയുന്ന ഹോളിവുഡ് താരം ജെയിംസ് വുഡ്സിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണിപ്പോൾ. സംഭവത്തിൽ വുഡ്സിന്റെ വീടും ചാരമായി കത്തി നശിച്ചിരുന്നു. എന്നാൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ വളരെയധികം പ്രകീർത്തിച്ചും പിന്തുണ പ്രഖ്യാപിച്ചുമുള്ള താരത്തിന്റെ പഴയ പോസ്റ്റുകളും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ. ഗാസയിൽ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇരുന്ന് നിസ്സഹായരായി കരയുന്ന പാലസ്തീനികളുടെ ചിത്രം പങ്കുവെച്ച് ഒരു ദയം കാണിക്കേണ്ട എന്നും എല്ലാവരെയും കൊന്നുകളയണമെന്നും തരത്തിൽ മാസങ്ങൾക്ക് മുമ്പ് നടൻ ആഹ്വാനം ചെയ്യുകയുണ്ടായി. 2 തവണ ഓസ്കാർ നാമനിർദ്ദേശം നേടുകയും 3 തവണ എമ്മി പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്ത ബോളിവുഡ് നടൻ കൂടിയാണ് താരം. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ അഗ്നിബാധയുടെ ഭീകരത നിറഞ്ഞ നേരനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. ലോസ് ആഞ്ചലസിലെ പസഫിക് പാലിസൈഡ്സിലെ സ്വന്തം ഭവനം പൂർണ്ണമായും തീ വിഴുങ്ങും മുമ്പുള്ള കാഴ്ചകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു നിയന്ത്രണം വിട്ട് അദ്ദേഹം കരഞ്ഞത്. ഒരു തീഗോളം പോലെയായിരുന്നു അത് യഥാർത്ഥത്തിൽ. ചുറ്റുമുള്ള വീടുകളെല്ലാം അഗ്നിനാളങ്ങളാൽ വിഴുങ്ങി. മനോഹരമായ ഒരു കൊച്ചു വീടായിരുന്നു ഞങ്ങളുടേതെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് കാലത്ത് ഞങ്ങളെല്ലാം കഴിഞ്ഞത് ഹോട്ടലുകളിലായിരുന്നു. പിന്നീടാണ് വീട്ടിലേക്ക് മാറിയത്. എല്ലാ ദിവസവും സ്വിമ്മിംഗ് പൂളിൽ നീന്തുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ രക്തസമ്മർദ്ദം കുറഞ്ഞു വന്നിരുന്നത്. ശരിക്കും ഒരു സ്വർഗം തന്നെയായിരുന്നു അത്. എന്നാൽ തലേ ദിവസം വരെ ഞങ്ങൾ നീന്തിക്കുളിച്ച ഇടം തൊട്ടടുത്ത ദിവസം ശൂന്യമായി മാറി. ഇങ്ങനെ പറഞ്ഞ താരം പൊട്ടിക്കരഞ്ഞു. അയൽപ്പക്കത്തുള്ള വയോധികനെ തീനാളങ്ങൾക്കിടയിൽ നിന്നും രക്ഷിച്ച അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. കത്തിച്ചാമ്പലായ വീട് നമുക്ക് വീണ്ടെടുക്കാമെന്ന് പറഞ്ഞ് ഭാര്യ സഹോദരിയുടെ മകൾ സ്വന്തം പണക്കുടുക്ക നീട്ടിയ കാര്യവും അദ്ദേഹം കണ്ണീരോടെ ഓർത്തെടുത്തു. പക്ഷെ ജെയിംസ് വുഡ്സിന്റെ വൈകാരികമായ പ്രതികരണത്തെ എല്ലാവരും ഒരുപോലെ സ്വീകരിച്ചില്ല. അതിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ. പാലസ്തീനികളുടെ കണ്ണീരിനെയും യാതനകളെയും പരിഹസിച്ച പഴയ പരാമർശങ്ങൾ ഓർമ്മിപ്പിച്ച് പലരും രംഗത്തെത്തിയിരുന്നു. ഇങ്ങനെ ചാനലും വന്ന് മറ്റു കരയാൻ എങ്ങനെ ധൈര്യം വന്നുവെന്നാണ് പാലസ്തീൻ കവി മുസബ് അബു തോഹ്വ ചോദിക്കുന്നത്. ഗാസയിൽ ഞങ്ങളുടെ വീടുകൾ തകർക്കപ്പെടുന്നതും പ്രിയപ്പെട്ടവർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും ടെന്റുകൾ ബോംബിട്ട് ചാമ്പലാക്കിയതുമെല്ലാം കൺമുമ്പിൽ കണ്ടിരുന്നു. ഇപ്പോഴും ആ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? ജെയിംസ് വുഡ്സ് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. ഞങ്ങളുടെ നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു കരയാൻ തങ്ങൾക്ക് ലഭിച്ചതുപോലെ ഒരിടം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. മാസങ്ങളും വർഷങ്ങളുമായി തുടരുന്ന നഷ്ടങ്ങളാണ് അവയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ചാനലിൽ തത്സമയം വരാനും സംസാരിക്കാനും സുരക്ഷിതമായ ഒരു സ്ഥലം താങ്കൾക്കുണ്ടല്ലോ. അതിന് ദൈവത്തോട് നന്ദി പറയുക. ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ മോശം ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ കുട്ടികൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഡോക്ടർമാർ, വിദ്യാർത്ഥികൾ, വീടുകൾ തലയിൽ കൈവച്ചും വാക്കുകൾ മുറിഞ്ഞും കണ്ണീരുകൾ നിറഞ്ഞു നിൽക്കുന്ന ജെയിംസ് വുഡ്സിന്റെ ചിത്രം പങ്കുവച്ചും പാലസ്തീൻ കവി ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തിയത്. വെടിനിർത്തൽ ഒന്നും വേണ്ട, ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല, ഒരിക്കലും മാപ്പ് നൽകേണ്ട എന്നിങ്ങനെയായിരുന്നു ഗാസയിൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ ജെയിംസ് വുഡ്സ് ഇസ്രായേലിന് പിന്തുണയുമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ്. ഒരു പടി കൂടി കടന്ന് വംശഹത്യ ആഹ്വാനം അദ്ദേഹം നടത്തുകയുണ്ടായി. എല്ലാത്തിനെയും കൊന്നൊടുക്കുക എന്നായിരുന്നു നടൻ അന്ന് ആഹ്വാനം നടത്തിയത്. തകർന്നടിഞ്ഞ സ്വന്തം വീടിന് മുന്നിലിരുന്ന് വാവിട്ട് കരയുന്ന പാലസ്തീനി സ്ത്രീകളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇസ്രായേൽ നരഹത്യയെ പ്രകീർത്തിച്ചു. പാവങ്ങളായ ബൈഡൻ യജമാനന്മാരെ അനുസരിക്കാത്തതിന് ദൈവത്തോട് നന്ദിയുണ്ടെന്നായിരുന്നു ചിത്രത്തിന് അദ്ദേഹം നൽകിയിരുന്ന അടിക്കുറിപ്പ്. വുഡ്സിന്റെ കുറിപ്പുകൾക്ക് അന്നും വലിയ വിമർശനങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ലോസ് ആഞ്ചൽസിലെ അഗ്നിബാധയ്ക്ക് ശേഷം ജെയിംസ് വുഡ്സിന് മനമാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. വാക്കിൽ യാതൊരുവിധ മയവും നിലവിൽ വന്നിട്ടില്ല. നിങ്ങൾ വിധിച്ചതാണ് കൊയ്യുന്നതെന്നായിരുന്നു മുസാബിന്റെ പോസ്റ്റിന് നടന്റെ മറുപടി. ഒക്ടോബർ 7-ന് നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും നിങ്ങൾ ബലാത്സംഗം ചെയ്ത് കൊല്ലരുതായിരുന്നുവെന്നായിരുന്നു അതിന് വുഡ്സിൻ നൽകുന്ന വ്യാഖ്യാനം. ഹമാസിനെ സ്നേഹിക്കുന്ന കീടങ്ങളെ പോയി ചത്തോളുമെന്നും ശാപവർഷവും അദ്ദേഹം പറഞ്ഞു. അനീതി ചെയ്തവർക്കും അതിന് ആഹ്വാനം ചെയ്തവർക്കും ദൈവമൊട്ടും വൈകാതെ ശിക്ഷ നൽകുമെന്നായിരുന്നു അറബ് കോളമിസ്റ്റും ബ്ലോഗറുമായ അബ്ദുള്ള അൽ അമാദി ഈ സംഭവത്തിൽ പ്രതികരിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ദൈവികമായ നീതിയാണ്. ഹൃദയത്തിൽ അല്പമെങ്കിലും വിശ്വാസമുള്ളവർക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ലോസ് ആഞ്ചൽസിന്റെ വിവിധ ഭാഗങ്ങളിലായി 4 വൻ തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ ഇതുവരെ 11 പേർ മരിച്ചതായാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വീടുകളും കെട്ടിടങ്ങളുമാണ് ഈ ദുരന്തത്തിൽ കത്തിച്ചാമ്പലായത്. 10,000 ഭവനരഹിതരായി തീർന്നു. പസഫിക് പാലിസൈഡ്സിൽ മാത്രം 5000-ഓളം ഹെക്ടർ ഭൂമി കത്തി നശിക്കുകയുണ്ടായി. സാന്റാ മോണിക്കയ്ക്കും മാലിബുവിനും ഇടയിലുള്ള നയന മനോഹരമായ പാലിസൈഡ്സ് ഹോളിവുഡ് ടെലിവിഷൻ താരങ്ങളുടെയും സംഗീതജ്ഞരുടെയും വ്യവസായികളുടെയും ആഡംബര ഭവനങ്ങൾക്ക് പേരുകേട്ട പ്രദേശം കൂടിയാണ്. തീപിടുത്തത്തിൽ നിരവധി സെലിബ്രിറ്റികളുടെ വീടുകളും സ്വത്തുക്കളും പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്തു.